ഈ ഭാരതാംബ വിവാദവും ഇപ്പോൾ കത്തി നിൽക്കുകയാണ്. ഭാരതാംബ വിവാദത്തിൽ ഈ പറഞ്ഞ പോലെ ഗവർണറെ ഭയങ്കരമായിട്ട് ഒരു സൈഡ് ലൈൻ ചെയ്യുന്ന വിധത്തിലാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത്രയധികം വിവാദം ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ അതിന്? ഞാൻ പറയുമ്പോൾ എനിക്ക് ഭാരതാംബ വിഷയവും ഈ സുംബ വിഷയം നമുക്ക് സൈഡ് ബൈ സൈഡായിട്ട് കമ്പയർ ചെയ്യേണ്ട രണ്ട് വിഷയങ്ങളാണ്. അതെ, അത് കേരളത്തിലെ സർക്കാരിൻ്റെ നിലപാട് വളരെ ക്ലീൻ ആക്കുന്നൊരു രണ്ട് വിഷയങ്ങളാണ്. രണ്ടിലും അവരെടുത്ത ഒരു സമീപനം എങ്ങനെയാണ് അവരുടേത്. അപ്പം ഭാരതാംബ വിഷയത്തിൽ വളരെ ശക്തമായി എതിർക്കുന്നു, SFIന്റെ പ്രൊട്ടസ്റ്റ് നടക്കുന്നു, ഗവർണറെ തടയുന്നു, എല്ലാം നടക്കുന്നു. നേരെ മറിച്ച് സുംബ വിവാദത്തിൽ വളരെ സോഫ്റ്റ് അപ്രോച്ച്. അപ്പൊ അവരുടെ നിലപാട് എന്താണെന്നുള്ളത് വളരെ കൃത്യമാണ്. ഒരു ആന്റി ഹിന്ദു നിലപാട് സ്വീകരിക്കുന്ന ഒരു ഗവൺമെന്റായി മാറിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഭാരതാംബ എന്ന് പറയുന്നതിന് ഒരു എന്താ പറയുക, ഇവർ പറയുന്നു ഇത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയെങ്കിലും ഭാരതാംബ ഇങ്ങനെ വേണം, അല്ലെങ്കിൽ ഭാരതാംബയുടെ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ചിത്രം ഇങ്ങനെയാണ് എന്നൊന്നും എവിടെയും പറയുന്നില്ലല്ലോ. അപ്പോൾ ഭാരതാംബ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എന്താ പ്രശ്നം? ഇവർ പറയുന്നു RSSന്റെ ആണ്. ഭാരതാംബ പെയിന്റിംഗ് എന്ന് പറയുന്നത് പല ചിത്രകാരന്മാരുടെയും സങ്കല്പത്തിൽ ഒരു എന്താ പറയുക, ഒരു 100ഓളം പെയിന്റിങ്സിൽ നമുക്ക് കാണാൻ പറ്റും. എല്ലാം വ്യത്യസ്തമാണ്. ഈ അബനീന്ദ്രനാഥ് ടാഗോറിന്റെ ഭാരതാംബയാണെങ്കിൽ ഒരു കാവി സാരിയാണ് ധരിച്ചിരിക്കുന്നത്. അവരുടെ 4 കൈയിലും ഒന്നിൽ ജപമാലയാണ്, പിന്നെ ഒന്നിലൊരു തുണിയാണ്, പിന്നെ അങ്ങനെ മീൻസ് പല ഭാരതാംബ സങ്കല്പങ്ങളുണ്ട്. രാജാ രവിവർമ്മയുടെ ഭാരതാംബ അത് മറ്റൊരു സങ്കല്പമാണ്. അപ്പം ഭാരതാംബയ്ക്ക് ഇത്രയധികം സങ്കല്പങ്ങളുള്ള, ഇത്രയധികം വേർഷൻസ് ഉള്ള ഒരു ഭാരതാംബയിൽ RSSന്റെ ഭാരതാംബ എന്ന് പറയുമ്പം ഇവരെന്തുദ്ദേശിച്ചാണ് അത് പറയുന്നത്? കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു ചായക്കടയിൽ, ഞാൻ ബാംഗ്ലൂരിൻ്റെ ഹൃദയഭാഗത്ത് നിൽക്കുന്ന ഒരു ചായക്കടയിൽ ഒരു ചായ കുടിക്കാൻ പോയപ്പോൾ അവിടെ ഉണ്ട് ഒരു ഭാരതാംബയുടെ ചിത്രം. അപ്പം ഞാൻ ഇനി ഇയാൾ വല്ല സംഖ്യയാണെന്ന് കരുതിയിട്ട് അയാൾ ചോദിച്ചു, നിങ്ങൾ എന്താ പറയുക, വല്ല RSS പ്രവർത്തകനാണോ? അല്ല. അപ്പം ഭാരതാംബ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ്റെ കൾച്ചറിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. അതിനൊരു പെയിന്റിങ്ങിൽ വെച്ചത് ഇവർക്ക് എന്തുകൊണ്ടാണ് ഇത്ര ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്? ഇനി ഇവർ പറഞ്ഞു കാവിക്കൊടിയാണ് പ്രശ്നം. ഈ കാവിക്കൊടി എന്തുകൊണ്ടാണ് പ്രശ്നമാണ്? ഇത് RSSന്റെ മാത്രം കൊടിയാണോ? കാവിക്കൊടി എന്ന് പറയുന്നത് ഛത്രപതി ശിവാജിയുടെ, ഝാൻസി റാണിയുടെ, അല്ലെങ്കിൽ നമ്മുടെ സന്യാസികളുടെ, അങ്ങനെ കാവിക്കൊരു വലിയ ബന്ധമുണ്ട് ഇന്ത്യൻ സിവിലൈസേഷനുമായിട്ട്. അപ്പോൾ ഇന്ത്യനെ സിവിലൈസേഷണൽ തലത്തിൽ തകർക്കാൻ നോക്കുക, അല്ലെ ഇന്ത്യൻ സിവിലൈസേഷനിലായിട്ടുള്ള കാര്യങ്ങൾ, കൾച്ചറിന്റെ ഭാഗമായി നിൽക്കുന്ന കാര്യങ്ങൾ, അതിനെല്ലാം തകർക്കുക, നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു ഹിന്ദു പ്രൈഡ് ഇല്ലാതാക്കുക. ഈ മുസ്ലിം പ്രൈഡ് എന്ന് പറയുന്ന പോലെ ക്രിസ്ത്യൻ പ്രൈഡ് എന്ന് പറഞ്ഞാൽ ഹിന്ദു പ്രൈഡും ഉണ്ടല്ലോ. അപ്പം ഓരോ മതത്തിനും അവരുടേതായിട്ടുള്ള ഫ്രീഡം ഉണ്ട്. അപ്പോൾ അവിടെ ഹിന്ദുക്കൾക്കുള്ള ഫ്രീഡം അടിച്ചമർത്തപ്പെടണം. ഏതെങ്കിലും രീതിയിൽ എവിടെയെങ്കിലും ഒരു പോർട്രയൽ, അതൊരു ഹിന്ദു പോർട്രയലോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുമെന്നല്ല. അദ്ദേഹം RSSകാരനായിരുന്നു. ആ കാലം മുതൽക്കേ അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഈ ഭാരതാംബയെ പൂജിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അത് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ ഈ ഭാരതാംബ എന്ന് പറഞ്ഞാൽ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ അല്ല. മാത്രമല്ല ഗവർണറുടെ ഹൗസ് ഹോൾഡ് കാര്യങ്ങൾ നോക്കുന്ന ടീമിന്, അതായത് കോംട്രോളർ, ഹൗസ് ഹോൾഡ് ആൻഡ് എസ്റ്റേറ്റ് ഓഫീസർ, ഇവർക്ക് ഫർണിഷിങ്സിന്റെ കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അപ്പോൾ അവരുടെ അധികാര പരിധിയിൽ വരുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആവരുത് എന്ന് മാത്രമേ ഉള്ളൂ. ഇത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ അല്ല. അപ്പോൾ ഭാരതാംബയുടെ ഏതാണ് ഈ അപ്രൂവ്ഡ് വേർഷൻ? ഇവർ പറഞ്ഞ അപ്രൂവ്ഡ് വേർഷൻ ഉണ്ട് ഭാരതാംബയ്ക്ക്. അപ്പോൾ അതിനെ ചൊല്ലി അനാവശ്യമായൊരു തർക്കം കൊണ്ടുവരുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു ഹിന്ദു പ്രൈഡ് ഇല്ലാതാക്കുക, അല്ലെങ്കിൽ ആ ഒരു ഹിന്ദുക്കൾക്ക് അല്ലെങ്കിൽ ഹിന്ദു മതം എന്ന് പറയുന്നതിൻ്റെ ഒരു സിംബോളിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അടിച്ചമർത്തുക. അതിനുവേണ്ടി മാത്രമുള്ള ഒരു ക്യാമ്പയിനായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഇനി ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകൾ, അവർക്ക് അവരുടെ നമ്മുടെ ഇതിൻ്റെ ചരിത്രം, അവർക്ക് ഈ സിമ്പിള് ഇതൊക്കെയാണല്ലോ പ്രശ്നം. അങ്ങനെയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ ചോദിച്ചൊരു കാര്യമായിരുന്നു, ഈ നമ്മുടെ ഈ പറഞ്ഞ പാർട്ടീഷന് ശേഷം മൗണ്ട് ബാറ്റൺ ആയിരുന്നു നെഹ്റുവിന് ഇന്ത്യൻ ആർമിയുടെ ചിഹ്നങ്ങളൊക്കെ എങ്ങനെ വേണമെന്ന് ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുത്തത്. അതായത് കൊടി എങ്ങനെ വേണം, അവരുടെ റെജിമെന്റൽ ഫ്ലാഗ് എങ്ങനെ വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിലൊന്നും ഒരു എതിർപ്പും ഇല്ലാതെ മൗണ്ട് ബാറ്റൺ പറഞ്ഞ കാര്യങ്ങളെ നടപ്പിലാക്കിയ ആളുകളാണവർ. മാത്രമല്ല നമ്മുടെ ഇന്ത്യൻ നേവിയുടെ പതാകയിൽ ഈ സെയിൻറ്റ് ജോർജ് ക്രോസ് അത് വേണമെന്ന് മൗണ്ട് ബാറ്റൺ നിർദ്ദേശിച്ച കാര്യമായിരുന്നു. അത് 2022 നരേന്ദ്രമോദിയാണ് എടുത്തു കളഞ്ഞത്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ വളരെ കൃത്യമായി പറയുകയും ചെയ്തു, കാരണം കൊളോണിയൽ ചിഹ്നങ്ങളെല്ലാം നമ്മൾ ഇപ്പോഴാണ് പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചത്. അപ്പോൾ ഇതെല്ലാം സ്വീകരിച്ച് ഇതൊക്കെ നടപ്പിലാക്കിയ ആളുകൾ, അവർക്ക് ഒരു നേരം പോലും ഭാരതത്തിൻ്റെ സംസ്കാരവുമായി ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ കൊളോണിയലിസത്തിൽ നിന്ന് നമുക്ക് പൂർണ്ണമായി മുക്തി ലഭിച്ചു എന്ന് വരുത്തി തീർക്കുന്ന ഒരു നിലപാട് അവർക്ക് സ്വീകരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അവരാണ് ഇന്ന് വന്നിട്ട് ഒരു കാവിക്കൊടി കണ്ടു, അല്ലെങ്കിൽ ഒരു ഭാരതാംബയെ കണ്ടു എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഈ വിഷയം ഞാൻ ഒരു ചർച്ചയിൽ ഉന്നയിച്ചപ്പം അവിടെ ഒരു ബുദ്ധിജീവി പരിവേഷത്തിലിരിക്കുന്ന എനിക്ക് തോന്നുന്നു ഒരു ലെഫ്റ്റ് ലിബറൽ ചിന്താഗതിക്കാരനാണ്. അയാൾ പറഞ്ഞു ഇതൊക്കെ കള്ളമാണ്, ഇതൊക്കെ ഇല്ല. പക്ഷേ ഇതൊക്കെ നമ്മൾ എന്താ പറയുക, കുറച്ച് പത്രങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ മാത്രം മതി. അപ്പോൾ ഇവിടെ നടപ്പിലാക്കുന്ന ഒരു ലെഫ്റ്റ് ലിബറൽ അജണ്ട, അല്ലെങ്കിൽ ഇവരുടെ ബുദ്ധിജീവികൾ പറയുന്ന കാര്യങ്ങൾ,
ഇതൊക്കെയാണ് ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒക്കെ പോട്ടെ, ഞാൻ ഈ അടുത്ത് ഒരു കുറച്ചുകൂടെ എന്താ പറയുക പിന്നോട്ട് പോയി നമ്മൾ നോക്കുകയാണെങ്കിൽ 2011 വരെ CPM ഭരണമായിരുന്നു ബംഗാളിൽ. അപ്പോൾ അവിടുത്തെ ഒട്ടുമിക്ക മിനിസ്റ്റേഴ്സിൻ്റെ ചേംബറിലും ഈ ലെനിൻ, സ്റ്റാലിൻ അല്ലെങ്കിൽ ചെഗുവേര ഇങ്ങനത്തെ പെയിൻറ്റിങ്സ് ഒക്കെ വളരെ കോമൺ ആയിരുന്നു. അപ്പോൾ ഞാൻ ഇത് എന്താ പറയുക ഒരു ജനറലൈസ് ചെയ്ത് പറഞ്ഞാൽ ചിലപ്പോൾ ഇതിൽ ആൾക്കാർക്ക് എന്താ പറയുക അത് വെറുതെ പറയുന്നതെന്ന് തോന്നിയിരുന്നു. പക്ഷേ അതിൽ സ്പെസിഫിക് ആയി പറയുകയാണെങ്കിൽ ശ്രീകുമാർ മുഖർജി എന്നൊരു മന്ത്രി ഉണ്ടായിരുന്നു. ശ്രീകുമാർ മുഖർജിയുടെ ഒരു ന്യൂസ് ബൈറ്റ് ഉണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് അതായത് ഈ എന്താ പറയുക തോറ്റ് തുന്നമ്പാടി പുറത്തിറങ്ങുന്ന സമയത്ത് പറഞ്ഞത് എൻ്റെ ചേംബറിലുള്ള ലെനിൻ്റെ ഈ ചിത്രം അവരെടുത്ത് കളഞ്ഞു. ലെനിൻ്റെ ഒരു ഓയിൽ പെയിൻറ്റിംഗ് ഉണ്ട്, അതവരെടുത്ത് കളഞ്ഞു. പക്ഷേ ചേംബറിന് പുറത്തുള്ള ചെഗുവേര ഇപ്പോഴും അവിടെ ഉണ്ട്. അപ്പം ഈ ഡെമോക്രാറ്റിക്കലി തിരഞ്ഞെടുക്കപ്പെട്ട CPIM-ന്റെ മന്ത്രിമാർക്ക് ലെനിൻ, ചെഗുവേര ഇതൊക്കെ കൊണ്ടുവയ്ക്കാനുള്ള അധികാരം ആരാ കൊടുത്തത്? അത് നാഷണൽ സിംബൽസ് ആണോ? അത് കോൺസ്റ്റിറ്റ്യൂഷണലി അപ്രൂവ്ഡ് ആണോ? അപ്പം ഭാരതാംബ വിഷയത്തിൽ ഇത്രയും ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഇവരുടെ എന്താ പറയുക സർക്കാരുകൾ ഭരിക്കുന്ന സ്ഥലങ്ങളിൽ അവർക്ക് തോന്നിയ പോലെ ഏത് ചിത്രമോ ഏത് ചിഹ്നമോ വെക്കാമായിരുന്നു. അതൊരിക്കലും ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല. പിന്നെ ഭാരതാംബയുടെ കൊടി, കാവിക്കൊടി ഇത്രയും പ്രശ്നമുള്ള ഇടതുപക്ഷം അവരുടെ കൊടി എന്ന് പറയുന്നത് തന്നെ ഒരു ബോറോഡ് കോൺസെപ്റ്റാണ്. നമ്മുടെ രാജ്യത്തെ ഇനിയിപ്പം നമുക്ക് എന്താ പറയുക ഇഷ്ടമുള്ള പാർട്ടികൾ, ഇഷ്ടമില്ലാത്ത പാർട്ടികൾ, നമ്മളുമായി ഐഡിയോളജിക്കലി ഓപ്പോസിറ്റായി നിൽക്കുന്ന പാർട്ടികൾ, ഇവരൊക്കെ എടുത്ത് നോക്കിയാൽ പോലും അവർക്ക് ഇന്ത്യൻ സംസ്കാരവുമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ കൾച്ചറുമായിട്ട് ലിങ്ക് ചെയ്യുന്ന രീതിയിലാണ് അവരുടെ കൊടികളുടെ അല്ലെങ്കിൽ ചിഹ്നങ്ങളുടെ ഒക്കെ ഡിസൈൻ. അതില്ലാത്ത ഒരേ ഒരു പാർട്ടി CPM ആണ്. CPM-നാണ് ഈ സോവിയറ്റ് റഷ്യയുടെ ചിഹ്നം ബോറോ ചെയ്തിട്ട് അവരുടെ ചിഹ്നങ്ങളും അടയാളങ്ങളും കൊണ്ടുവന്നിട്ട് ഈ രാജ്യത്ത് അപ്പം അവർക്കാണ് കാവിക്കൊടി പ്രശ്നം. അപ്പോൾ ഇപ്പം നമ്മൾ DMK-യുടെ കൊടി എടുത്ത് നോക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ BSP-യുടെ കൊടി എടുത്ത് നോക്കുകയാണെങ്കിലോ കോൺഗ്രസിൻ്റെ കൊടി എടുത്ത് എല്ലാത്തിനും ഒരു ഇന്ത്യൻ കൾച്ചറും അല്ലെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടികളിലും മറ്റുമൊക്കെ നമുക്ക് കാണാൻ പറ്റുക. അതില്ലാത്തൊരു പാർട്ടിയാണ് CPM. അവർക്കാണ് ഭാരതാംബ വിഷയത്തിൽ കാവിക്കൊടി ഇത്ര വലിയ വിഷയമായി മാറിയത്. അപ്പോൾ കാവി എന്ന് പറയുന്നത് RSS-ൻ്റെ ആണോ? RSS-ന് അതിൻ്റെ പേറ്റന്റ് ഉണ്ടോ, കോപ്പിറൈറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ വേറെ എന്താ പറയുക അവരത് ട്രേഡ് മാർക്കുള്ളതാണോ RSS-ൻ്റെ? അപ്പോൾ അങ്ങനെ ഒരു വിഷയം കൊണ്ടുവന്നിട്ട് അനാവശ്യ ചർച്ചകളിലേക്ക് കൊണ്ടുപോവുക, ഒരു ക്രിയേറ്റീവ് ഫ്രീഡം പോലും ഈ രാജ്യത്ത് പാടില്ല എന്ന രീതിയിൽ. അപ്പോൾ ഇതിൽ പറഞ്ഞത് എന്താ പറയുക നമുക്ക് തോന്നിയ പോലെ മാപ്പ് വരയ്ക്കാൻ പറ്റുന്ന. അപ്പോൾ അഖണ്ഡ ഭാരതം എന്നൊരു സങ്കല്പം ഏതോ കാലമായിട്ടുണ്ട്. അപ്പം നമ്മുടെ കൾച്ചറൽ പ്രാക്ടീസസ് ഒക്കെ തന്നെ അതെല്ലാ കാലത്തും ഓരോ രാജ്യത്തിനും ഇപ്പോൾ ഈ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട് ഇസ്രായേലിലൊക്കെ. അപ്പോൾ അവരുടെ ആ മാപ്പ് മറ്റൊരു രീതിയിൽ തന്നെയാണ്. അത് ബൈബിളിൽ നിന്നൊക്കെ വരുന്നൊരു കോൺസെപ്റ്റ്. അപ്പോൾ അതിനെ വെച്ചുകൊണ്ടുള്ള മാപ്പുകളൊക്കെ അവർക്കുണ്ട്. അപ്പോൾ ഓരോ രാജ്യത്തിനും അതേപോലെ തന്നെയാണ് ഗ്രേറ്റർ സെർബിയ. അപ്പോൾ ഇതൊക്കെ നമ്മളൊരു ചർച്ചയിൽ പറയുമ്പോൾ നമ്മളെ പറയാൻ അനുവദിക്കാതെ അവിടെ എന്താ പറയുക ചാടി വീഴുകയും അവിടെ ഈ പറഞ്ഞ പോലെ നെറേറ്റീവ് ടോട്ടലി മാറ്റിമറിക്കുകയും ഈ ഭാരതാംബ എന്ന കോൺസെപ്റ്റ് എന്തോ വളരെ മോശമാണെന്നും ഗവർണർ ഒരു പൂർണ്ണ സംഖ്യയാണെന്നും സംഘപരിവാറിന്റെ അജണ്ട നടപ്പിലാക്കാണെന്നും രീതിയിലേക്ക് അവർ മാറ്റിമറിക്കുകയാണ്. അപ്പൊ അത് കേരളത്തിൽ ഇത്ര ശക്തമായി നടക്കുന്ന ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഇവർക്ക് ഈ തീവ്ര ഇസ്ലാമിക സ്വഭാവമുള്ള ആളുകൾ സൂംബ പോലത്തെ വിഷയങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കിയാൽ അതിലൊക്കെ അവർ സോഫ്റ്റ് അപ്രോച്ച് ആണ്, സൈലന്റ് ആണ്. അപ്പൊ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.